പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണിത്. പാലക്കുന്ന് ഭരണി ഉത്സവം എന്നാണ് അതറിയപ്പെടുന്നത്. ഇന്ത്യയിൽ തന്നെ പ്രസിദ്ധമായ കോട്ടയായ ബേക്കൽ കോട്ടയിൽ നിന്നും ഏകദേശം 3.5 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണിത്. ഇവിടെ അടുത്ത് തന്നെയാണ് കോട്ടികൊള്ളം റെയിൽവേ സ്റ്റേഷൻ. 50 മീറ്റർ മാത്രമാണ് ദൂരം. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്റ്റേറ്റ് ഹൈവേയുടെ സമീപത്തായിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഭഗവതിയാണ്. അത് 2 പ്രതിഷ്ഠകളായിട്ടാണ് ഉള്ളത്. ഒന്ന് മൂത്ത ഭഗവതി അഥവാ ദുർഗാദേവി, രണ്ടാമത്തത് ഇളയ ഭഗവതി അഥവാ സരസ്വതി ദേവി. അതുകൂടാതെ വിഷ്ണുമൂർത്തി, ഗന്ധകർണൻ, പിന്നെ ദന്തൻ ദേവൻ എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. ഇവിടുത്തെ ഭരണി മഹോത്സവം എന്ന് പറയുന്നത് അത് വലിയൊരു ആഘോഷമാണ്. ഒരുപാട് കാഴ്ചകളും പിന്നെ വെടിക്കെട്ടും അങ്ങനെ വലിയൊരു പരിപാടി തന്നെയാണ് അത്. ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തിലായിരിക്കും ഇവിടുത്തെ ഭരണി മഹോത്സവം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സമാനമായ ആചാരം കൂടി ഇവിടെ ഉണ്ടാവാറുണ്ട്. കളം കാണിപ്പു മഹോത്സവം എന്നാണ് അതറിയപ്പെടുന്നത്. മലയാള മാസങ്ങളിലെ ധനു, മകരം എന്നീ മാസങ്ങളിലായിരിക്കും അത് ഉണ്ടാവുക. പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്ര ഭരണസമിതിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. 1958 മുതൽ തന്നെ ആ സമിതി ക്ഷേത്രത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ഇത് തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ദേ കാണുന്നത് പോലെ കടൽ തീരത്തിന് അടുത്ത് കിടക്കുന്ന ക്ഷേത്രമാണിത്. അവിടെ മീൻ പിടിക്കുന്നവരുടെ തോണിയൊക്കെ കാണാൻ സാധിക്കും. വിഷു ആയതുകൊണ്ട് തന്നെ ഇവിടെയും ക്ഷേത്രത്തിലേക്ക് ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറാം. അങ്ങനെ നമ്മുടെ പയ്യൻസൊക്കെ മുമ്പിലൂടെ നടക്കുകയാണ്. ഞാൻ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി തൊഴുതു. ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ക്ഷേത്രത്തിൻ്റെ പേര് പോലെ തന്നെ ഇത് ശിവക്ഷേത്രമാണ്. അങ്ങനെ അവിടുന്ന് ബേക്കൽ പോർട്ടിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു കൂൾ ബാർ എന്നൊക്കെ പറയാവുന്ന ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഇപ്പുറത്ത് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി വേറൊരു സംഭവം കൂടിയുണ്ട്. ഇവിടെ വൃത്തിയൊന്നുമില്ല. ഇങ്ങനെ ചപ്പും ചവറൊക്കെ കിടപ്പുണ്ട്. ഈ കാര്യങ്ങളൊന്നും എടുത്തു മാറ്റാൻ ഇവിടെ ആളില്ലാന്ന് തോന്നുന്നു. ചപ്പും ചവറും മാത്രമല്ല, സിഗരറ്റിൻ്റെ കുറ്റികളുമുണ്ട്. സംഭവം മൊത്തത്തിൽ ഒരു അൺക്ലീൻഡ് ഏരിയ. ഞങ്ങൾ ലൈം ജ്യൂസാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ സമയം 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ബേക്കൽ പോർട്ടിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണ്. 2 വീലറിന് പാർക്കിങ്ങിന് 40 രൂപയാണ്. ഇവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് കടകളൊക്കെ ഉണ്ട്. സാധാരണ കാണാറുള്ളത് പോലെ തൊപ്പികളും കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും. ഈ ഭാഗത്തുള്ള കടകളിൽ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. നമ്മുടെ പയ്യന്മാർ മുന്നിൽ നടക്കുകയാണ്. ടിക്കറ്റ് ചാർജ് നമ്മൾ ഇന്ത്യക്കാർക്കും പിന്നെ സാർക്ക് പൗരന്മാർക്കും 25 രൂപയാണ്. അതേസമയം വിദേശികൾക്ക് 300 രൂപയാണ്. അങ്ങനെ 4 ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഇനി കോട്ടയിലേക്ക് കയറാം. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. ഈ കാണുന്നത് പഴയ കാലത്ത് വെള്ളം കെട്ടി നിർത്താറുണ്ടായിരുന്ന സ്ഥലമാണ്. ശത്രുക്കൾ അകത്ത് കയറുന്നത് തടയാൻ വേണ്ടിയാണ്. അകത്തോട്ട് കയറുകയാണ്. അങ്ങനെ ഇവിടെ പന്തലിട്ടത് കാണാം. ഇങ്ങനെ സംഭവം ഇവിടെ കോട്ടയിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഉത്സവമായിരുന്നു. അതിനുവേണ്ടിയാണ് ഇങ്ങനെ പന്തലിട്ടിരിക്കുന്നത്. കോട്ടയുടെ അകത്തോട്ട് കയറുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. വലിയ ഭിത്തികൾ. ഇവിടെ ഞങ്ങളെടുത്ത ടിക്കറ്റ് ചെക്ക് ചെയ്യും. അങ്ങനെ ടിക്കറ്റ് ചെക്കിങ് കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിച്ചു. ബേക്കൽ കോട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു ചരിത്രം തന്നെയാണ് ബേക്കൽ കോട്ടയ്ക്കുള്ളത്. ശിവപ്പ നായക് എന്ന് പറയുന്ന ഭരണാധികാരിയാണ് ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത്. 1650 ഈ ബേക്കൽ ഫോർട്ട് നിർമ്മിച്ചത്. 40 ഏക്കറിൽ പരന്നു കിടക്കുന്ന കോട്ടയായിരുന്നു ഇത്. കർണാടകയിലെ ഇന്നത്തെ ശിവമോഗ എന്ന സ്ഥലത്തെ കെല്ലടി എന്ന സ്ഥലം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ഇക്കേരി നായ്ക്കാസ് എന്നും അറിയപ്പെടുന്ന കെല്ലടി നായിക്ക രാജവംശത്തിന്റെ കീഴിലായിരുന്നു ബേക്കൽ ഫോർട്ട്. കെല്ലടി നായക്ക രാജവംശത്തിലെ ശിവപ്പ നായക്കയാണ് ബേക്കൽ ഫോർട്ട് നിർമ്മിച്ചത്. ഈ കാണുന്ന സംഭവം പണ്ടുകാലത്ത് സൈനിക തലവന്മാർ അവരുടെ പടയാളികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുവാൻ വന്നു നിന്നിരുന്ന സ്റ്റേജ് പോലെയുള്ള സ്ഥലമായിരുന്നു അതൊക്കെ. ഇവിടെ കിണർ പോലൊരു സംഭവം കാണാൻ സാധിക്കും. ഇത് സംഭവം കിണർ തന്നെയാണ്. പഴയകാലത്ത് ജലത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. കോട്ട എന്ന് പറയുന്നത് ഒരുപാട് സൈനിക സന്നാഹങ്ങളും പടയാളികളും അതേപോലെ തന്നെ കുതിരകളും എന്തിന് വേണ്ടി വന്നാൽ ആനകൾ പോലും ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കിണറാണ് ഇത്. ഇനി നമുക്ക് കോട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലെ ഒന്നിലേക്ക് പോവാം. കാണുന്നത് കോട്ടയിലെ നിരീക്ഷണ ഗോപുരമാണ്. അവിടെ നിന്നുമാണ് പണ്ടുകാലത്ത് സൈനികർ നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. ഇത് സംഭവം നല്ല ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ കുത്തനെ കയറി ചെല്ലണം. കോട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമാണ് ഇത്.
പഴയകാലത്ത് സൈനികരുടെ നിരീക്ഷണ കേന്ദ്രമായിരുന്നു ഇത്. എന്നുമാത്രമല്ല ഇതിൽ പീരങ്കി മുതലായ ആയുധങ്ങളും ഉപയോഗിച്ചിരുന്നു. ഒരു കാലത്ത് ഒരുപാട് സൈനികരിരുന്ന് നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇത്. കോട്ടയിലേക്ക് പുറത്തുനിന്നും ശത്രുക്കളുടെ ആക്രമണങ്ങൾ വരുന്നുണ്ടോ എന്നും കോട്ടയുടെ പരിസര പ്രദേശങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നും സൈനികർക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ഇന്ന് ഈ കോട്ടയെ ഇത്രയും നന്നായി സൂക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. ആ കാര്യത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ അഭിനന്ദിച്ചേ തീരൂ. ഇത് ഒരേ സമയം ചരിത്രശേഷിപ്പും അതേപോലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രവുമാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ പണ്ട് കാലത്ത് നശിച്ചുപോയ ഈ കോട്ടയുടെ ഭാഗങ്ങൾ പുനർനിർമ്മിക്കുന്നുമുണ്ട്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെ ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ്. ഈ കാണുന്നത് പഴയ കാലത്തെ, അതായത് ബ്രിട്ടീഷ് കാലത്തെ നിർമ്മിതിയാണ് എന്നാണ് തോന്നുന്നത്. കോട്ടയുടെ ഈ കാണുന്ന നിരീക്ഷണ ഗോപുരത്തിൽ ഇപ്പോൾ സന്ദർശകരെ അനുവദിക്കുന്നില്ല. അത് ഡാമേജ് പറ്റി കിടക്കുകയാണ്. ഇത് സംഭവം കോട്ടയുടെ ഉൾഭാഗത്തേക്ക് പോകാനുള്ള വഴിയാണ്. പണ്ട് കാലത്തെ രഹസ്യ വഴിയായിരിക്കും. നമ്മുടെ പയ്യന്മാരുടെ കൂടെ ഞാനും അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അതിനങ്ങോട്ട് ക്യാമറ കാണിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചെങ്കിൽ കോട്ടയുടെ രഹസ്യ അഴകളിലേക്കുള്ള വഴിയാണ്. സംഭവം എന്തായാലും അടച്ചിരിക്കുന്നത് തന്നെയാണ് സേഫ്, അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വന്ന് കുടുങ്ങിപ്പോവും ഇതിലേക്ക്. അങ്ങനെ ഇതിലൂടെ നടക്കുകയാണ്. ഈ കാണുന്ന പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ അടുത്ത കാലത്ത് ഗവൺമെൻറ് പണിത സംഭവങ്ങളാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി മറ്റോ ആയിരിക്കണം. എന്തായാലും ഇത് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ കടലിൻ്റെ അടുത്ത് കിടക്കുന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് കോട്ടയുടെ ഭംഗി വേറൊരു രീതിയിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഗ്രീനറിയൊക്കെ ആയിട്ട് കുറച്ചുകൂടി ഭംഗിയായി കാണാൻ സാധിക്കും. എന്താ പറയുക, കോട്ടയിലെ തണലൊക്കെ കിട്ടുന്ന ഭാഗമാണിത്. അവിടെ കോട്ടയുടെ കടലിൻ്റെ അടുത്തുള്ള ഭാഗം കാണാൻ സാധിക്കും. ഇവിടെ നിന്നുമുള്ള കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ഒരു സീനറിയാണ്. കോട്ടയുടെ പ്രൗഢിയും അതേപോലെ തന്നെ കടലിൻ്റെ ഭംഗിയും ഒത്തുചേരുന്ന സ്ഥലം. അങ്ങനെ ഞാൻ കടലിൻ്റെ അടുത്ത് കിടക്കുന്ന കോട്ടയുടെ ഭാഗത്തിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കടലിൻ്റെ അടുത്ത് കിടക്കുന്ന കോട്ടയുടെ ഭാഗമാണ്. ഇവിടെ നന്നായിട്ട് കാറ്റ് അടിച്ച് കയറുന്നുണ്ട്. കടൽ തിരമാലകൾ വന്ന് അടിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ കുറച്ച് ഹിന്ദിക്കാരുണ്ട്. അവർ സാധാരണ കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ ഇവിടെയും കാണിക്കുന്നുണ്ട്. സംഭവം എന്തായാലും ഈ ഭാഗത്തെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പച്ചപ്പിലൂടെ നടക്കുകയാണ്. കോട്ടയുടെ ബാക്കി ഭാഗങ്ങളിലൊക്കെ ചൂടായതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ആൾക്കാർ വന്ന് ഇരിക്കുന്നത് കാണാം. ഇതൊക്കെ കടലിൻ്റെ അടുത്ത് കിടക്കുന്ന ഭാഗങ്ങളാണ്. ഇതിലൂടെ നടക്കാൻ പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് കോട്ടയുടെ മറ്റൊരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചെങ്കിൽ പള്ളിക്കര ബീച്ച് എന്നൊക്കെ പറയുന്ന ഭാഗം വരുന്ന കോട്ടയുടെ ആ ഭാഗത്തേക്ക്. ഈ കാണുന്നത് ബേക്കൽ ബീച്ച് അഥവാ പള്ളിക്കര ബീച്ചാണ്. ഞങ്ങൾ അതിലേക്ക് പോകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ്. ബേക്കൽ ഫോർട്ടിനെ പോലെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഏരിയയാണ് പള്ളിക്കര ബീച്ചും. അങ്ങനെ ഞങ്ങൾ ബേക്കൽ കോട്ടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ബേക്കൽ പോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ നേരത്തെ പറഞ്ഞ പള്ളിക്കര ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. പള്ളിക്കര ബീച്ച് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയുടെ ആഘോഷത്തിൻ്റെ തീരമാണ്. 2022 മുതൽ ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ ഇവിടെ ബേക്കൽ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 വർഷമായി ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ബേക്കൽ ഫെസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ആഘോഷം തന്നെയാണ്. ബേക്കൽ ഫെസ്റ്റിൻ്റെ സമയത്ത് ഇവിടെ DJ ഉൾപ്പെടെയുള്ള സ്റ്റേജ് പരിപാടികൾ മുതൽ ഹെലികോപ്റ്റർ സംവിധാനം വരെ ഉണ്ടാവും. ഡിസംബർ 31-ാം തീയതി വിപുലമായ ആഘോഷങ്ങൾ തന്നെയാണ് ഉണ്ടാവാറ്. ഈ കാണുന്ന ബ്രിഡ്ജ് പോലുള്ള സംവിധാനം ആ സമയത്ത് വന്നതാണ്. ഇത് ഇപ്പോൾ ഏകദേശം എല്ലാ ബീച്ചുകളിലും ഉണ്ടാവാറുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ പ്രമുഖ വ്ളോഗറായ കാർത്തിക് സൂര്യ ഈയിടയ്ക്ക് കാസർഗോഡ് വ്ളോഗ് ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ പള്ളിക്കര ബീച്ചിൽ വന്നപ്പോൾ ഈ കാണുന്ന പാളത്തിലൂടെ കയറി വ്ളോഗ് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ അദ്ദേഹത്തിൻ്റെ കാർത്തിക് സൂര്യയുടെ ചാനലിലുണ്ട്. ഇത് സംഭവം കാണുന്നത് പോലെ തിരമാലകൾ വരുമ്പോൾ ഇങ്ങനെ ആടും. അപ്പോൾ അതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്താ പറയുക, നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെ ആയിരിക്കും. പേടിയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ പേടി തോന്നും. ഇതിലിപ്പോൾ കയറിയിരിക്കുന്ന ആൾ, ഇതാ ബാഗൊക്കെ ഇട്ടിരിക്കുന്ന ആൾ ഒരു ഹിന്ദിക്കാരനാണ്. അയാൾ കുറച്ച് മുമ്പ് അവിടെ ബേക്കൽ കോട്ടയിലുണ്ടായിരുന്നു. ഇതിലിപ്പോൾ കുറച്ച് ആൾ കുറവാണ്, എന്നാലും കുറച്ച് സമയം കഴിയുമ്പോൾ ആൾ കൂടും. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണി 5:30 ആയി വരുന്നേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ കുളിക്കുന്നുണ്ട്. കടലിലിങ്ങനെ അർമാദിക്കുകയാണ്. ഈ കുളിക്കുന്നതിൽ അധികവും ഹിന്ദിക്കാരാണ്. പ്രത്യേകിച്ചും ഈ ബീഹാർ എന്നൊക്കെ വന്ന ആൾക്കാരായിരിക്കും. അവിടെ പിന്നെ കടലൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഈ കടലൊക്കെ കാണുമ്പോഴത്തേക്കും അവർക്കൊരു ആവേശവും ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതരം അവസ്ഥയാണ്. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് കടലൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ അത് വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമല്ല.
കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഈ കടൽ എന്ന് പറയുന്നത് സംഭവം തന്നെയാണ്. ഇത് ഇങ്ങനെ ക്യാമറ അങ്ങോട്ട് തിരിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അടിപൊളി തന്നെയാണ്. ദേ ഇവിടെ ഒട്ടകത്തിനെ കാണാൻ സാധിക്കും. ഇത് ക്യാമൽ റൈഡിങ്ങിനുള്ള ഒട്ടകങ്ങളാണ്. സംഭവം അടുത്ത് നിന്ന് കാണുമ്പോൾ നല്ല അടിപൊളി ഒട്ടകങ്ങളാണ്. ഒട്ടകങ്ങൾക്ക് അവരുടേതായ ഗാംഭീര്യമൊക്കെ ഉണ്ട്. ഈ ഒട്ടക റൈഡിങ് അഥവാ ക്യാമൽ റൈഡിനുള്ള തുക എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾക്ക് 50 രൂപയും മുതിർന്നവർക്ക് 100 രൂപയുമാണ് എന്നാണ് പറഞ്ഞത്. ദേ ഇവിടെ കുറച്ച് പേര് ഒട്ടകത്തിന് മുകളിൽ കയറി ഒട്ടക റൈഡ് ചെയ്യുന്നു. അതിൻ്റെ പുറകെ വേറൊരു ഒട്ടകം കൂടി റൈഡിങ്ങിനായി വരുന്നുണ്ട്. അതും നല്ല റൈഡിങ് തന്നെയാണ്. മരുഭൂമിയിൽ ജീവിക്കുന്ന ജീവിയാണ് ഒട്ടകം എന്നതുകൊണ്ട് തന്നെ അതിന് ഈ കാലാവസ്ഥയൊന്നും വലിയ പ്രശ്നമായി വരില്ല. ദേ ഈ ഭാഗത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് മറ്റൊരു കാഴ്ചയാണ്. ദേ ഇവിടെ രണ്ടുപേര് ഒരു ഊഞ്ഞാലിൽ കടന്നിങ്ങനെ മുന്നോട്ടും പുറകോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേ ഇവിടെ കുറച്ചിപ്പുറത്ത് വന്നപ്പോൾ ഇവിടെ കുതിരകളാണ് കാഴ്ച. ഒരു കുതിര ഇവിടെ സിംഗിളായും മറ്റൊരു കുതിര അതിൻ്റെ വണ്ടിയുമായും ഇവിടെ നിൽക്കുന്നു. സംഭവം കുതിരകളും ഒട്ടകങ്ങളെ പോലെ തന്നെ നല്ല ഗംഭീരൻ സാധനങ്ങളാണ്. നല്ല ഒട്ടകത്തിനേക്കാളും വൃത്തിയുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കുതിര വണ്ടി ആൾക്കാരുമായി പോകുന്നത് കാണാം. സംഭവം കാണാൻ അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറേ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ചോക്ലേറ്റ്, സ്ട്രോബെറി പിന്നെ സ്പാനിഷ് സ്റ്റൈലും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ സ്പാനിഷ് സ്റ്റൈലും പിന്നെ അവർ ചോക്ലേറ്റും മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീംകാരൻ പയ്യൻ ഓരോ ഐസ്ക്രീമുകളായി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പാനിഷ് സ്റ്റൈൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കടൽ തീരത്തിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആ പാലത്തിലും പിന്നെ ബീച്ചിലും ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 6 മണി ആയിരിക്കുകയാണ്. ഇനിയും അങ്ങോട്ട് ആൾക്കാർ കൂടും. ഒരു 7:30-8 മണി വരെയൊക്കെ ബീച്ച് ഉണ്ടാവാറുണ്ട്. ഇവിടെ കുറച്ച് പേര് പട്ടം വിട്ട് കളിക്കുകയാണ്. കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ പട്ടം നല്ല ഉയരത്തിൽ പോകുന്നുണ്ട്. ഓരോന്നൊക്കെ അങ്ങ് മുകളിലോട്ട് എത്തി. ഇനി അങ്ങോട്ട് ആ വീല് പോലുള്ള സംഭവത്തിൻ്റെ അടുത്തേക്ക് നടക്കാം. അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൂടാതെ ഇവിടെ വേറെയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മുതിർന്നവരെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുക കുട്ടികളായിരിക്കും. ഈ കാണുന്ന വീല് സംഭവം കാണാൻ പൊളിയാണ്. പക്ഷേ ഇത് വേഗത്തിൽ കറങ്ങുകയാണെങ്കിൽ അതിലുള്ള ആൾക്കാർക്ക് തലകറക്കമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ കുട്ടികൾക്കുള്ള കാറ് കറങ്ങുന്ന സംവിധാനമാണ്. അപ്പുറത്ത് കുട്ടികൾക്ക് ഉഴുന്ന് ഇറങ്ങുന്ന സംവിധാനമാണ്. സംഭവം ഇങ്ങനെ ഇവിടെ ഒരുപാട് പേരൊക്കെ ഉള്ളത് കൊണ്ട് കാണാൻ മൊത്തത്തിൽ അടിപൊളിയാണ്. ഇവിടെ ഇങ്ങനെ ചെയറുകൾ കറങ്ങുന്ന സംവിധാനമാണ്. ഇങ്ങനെ വേഗത്തിൽ കറങ്ങുന്നത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് തലകറക്കം വരുന്നുണ്ടെന്നുള്ളത് വ്യക്തമായ കാര്യം തന്നെയാണ്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നേരെ വീട്ടിലേക്ക് വിടാം. കുറച്ചിപ്പുറത്ത് ബേക്കൽ തന്നെയാണ് സ്ഥലം. ഇത് മൊത്തത്തിൽ അങ്ങ് ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു നാട്ടുകാരൻ മൊത്തത്തിൽ അങ്ങ് കൺട്രോൾ ചെയ്യുകയാണ് കാര്യങ്ങളൊക്കെ. അയാൾ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് സമയമായിട്ട് ഇവിടെ സ്റ്റക്കാണ്. എന്നാണ് അപ്പുറത്ത് കടക്കണം. ഇതിനപ്പുറത്തൊരു പാലമുണ്ട്. അതൊരു ചെറിയൊരു പാലമാണ്. അതാണ് പ്രശ്നം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ പെരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. ഓർഡർ ചെയ്ത അൽഫാം വന്നു. ഞങ്ങൾ 3 പേര് അൽഫാമും പിന്നെ കാർത്തിക് വെജ് ഐറ്റവും മേടിച്ചു. മയോണൈസും പിന്നെ മിൻറ്റ് ചട്നിയും ഉണ്ട്. 4 പേരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കൊള്ളാം, ക്വാളിറ്റി ഉണ്ട്. പക്ഷേ അൽഫാമിന് കുറച്ച് ഉപ്പ് കൂടുതലാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.